സ്ഥാനാർത്ഥി അൻവർ മാധ്യമങ്ങളെ കാണുന്നു. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിരുന്നു. ഷൗക്കത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രശ്നങ്ങളുമില്ല. VS ജോയി എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ സിസ്റ്റർ മകനൊന്നുമല്ല VS ജോയി. നിലമ്പൂരിലെയും മലയോര മേഖലയിലെയും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടിയേറ്റ കർഷകരുള്ള നാടുകൂടിയാണ് നിലമ്പൂർ. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരാളെ കൺസിഡർ ചെയ്യണം. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 1990കളിലാണ് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ MLA ആണ് ബത്തേരിയിൽ നിന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ മലയോര മേഖലയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന് UDFനും ഉണ്ടായിരുന്ന അനുകൂലമായ ഒരു സാഹചര്യം ഒഴിവായി പോയിട്ടുണ്ട്. അവരെ കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയുന്ന, പ്രത്യേകിച്ചും ഈ കർഷക കുടുംബങ്ങളുമായും കുടിയേറ്റ കമ്മ്യൂണിറ്റിയുമായും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായും നന്നായി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ UDF അത് കൺസിഡർ ചെയ്യും എന്ന് തന്നെയായിരുന്നു ഞാൻ കണക്കാക്കിയിരുന്നത്. അത് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത് VS ജോയിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ്സിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല. അദ്ദേഹത്തെ ആ ഒരു എത്തിച്ചത് ഞാനൊക്കെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ആശീർവാദവും സഹായവും ഈ പറയുന്ന ജോയിയുടെ വ്യക്തിപരമായ കഴിവുമാണ് അദ്ദേഹത്തെ ആ പൊസിഷനിൽ എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി സാറില്ല. അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇഗ്നോർ ചെയ്തു പോവുകയാണ്. ജോയിയെ സംബന്ധിച്ച് ജോയിയെ സപ്പോർട്ട് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു നേതൃത്വവും ജോയിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ നമുക്കറിയാം, ഗോഡ് ഫാദർ ഇല്ലാത്തവർ ഓരോ കാലഘട്ടത്തിലും സൈഡ് ലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ജോയും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. പക്ഷേ ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ ജോയ് മാത്രമല്ല സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്, ഈ മലയോര കർഷകർ കൂടിയാണ്, ആ കമ്മ്യൂണിറ്റിയാണ്, അവിടുത്തെ സമൂഹമാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. കേരളത്തിലെ 489 പഞ്ചായത്ത് ഫോറസ്റ്റിൻ്റെ അതിർത്തികൾ പങ്കിടുകയും ഫോറസ്റ്റിൻ്റെ അകത്തുള്ളതുമായിട്ടുള്ള പഞ്ചായത്തുകളാണ്. അതിസങ്കീർണമായ പ്രശ്നമാണ്. പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ് ഈ മലയോര കർഷകരുടെ മേഖല. കാർഷിക പ്രശ്നങ്ങൾ, വൃത്തികൾ കംപ്ലീറ്റ് നശിച്ചുപോയി. 10 സെൻറ്റുള്ള ഒരു സാധാരണക്കാരന് അവന് റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അരിയിലേക്ക് ഒരു കറി വെക്കാൻ ഒരു കപ്പയോ ഒരു കാവുത്തോ നാട്ടിൽ കുഴിച്ചിടാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. എല്ലാ മേഖലകളും അടഞ്ഞു. ആകെ ബാക്കി നിൽക്കുന്ന റബ്ബറാണ്. അതിനുള്ള പിടിച്ചു നിൽക്കുന്നത്. ആ റബ്ബർ കർഷകർക്ക് അത് ടാപ്പ് ചെയ്യാൻ രാവിലെ എണീറ്റ് പോകാൻ കഴിയാത്ത 10ഉം 100ഉം മരമുള്ള കർഷകരാണ് മഹാഭൂരിപക്ഷവും. അവർ തന്നെ പാല് ടാപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കർഷകരാണ്. അവർക്ക് ആ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. അവരെ പുലി പിടിക്കുന്നു, ആന പിടിക്കുന്നു. എത്രയോ ആളുകൾ മരണപ്പെട്ടു. പിണറായി തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരു കർഷകൻ ജോയിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോത്തുകൽ പഞ്ചായത്തിലെ ഈ കുഗ്രാമത്തിൽ ഈ വനമേഖലക്കുള്ളിലാണ് ജോയ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ സ്ഥിരം ശല്യമുള്ളതാണ്. ജനങ്ങളുടെ വികാരമറിയുന്ന ഒരു കുടിയേറ്റ കർഷകനാണ്. ആ നിലയ്ക്ക് ഇത് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുണ്ടായിട്ടില്ല. അപ്പം ജോയ് പൂർണ്ണമായിട്ടും ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ശേഷിയുള്ളവരാണ് ഈ കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിയാവാറുള്ളത്, നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും AC യും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്.
അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ്. ആ നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങളെ ചോദ്യം. 2 ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ഷൗക്കത്തിൻ്റെ കാൻഡിഡേച്ചർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ആ പഠനത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുക്കും. അത് ഞങ്ങൾ പാർട്ടി സ്റ്റേറ്റ് ലെവലിൽ ചെറിയ പാർട്ടി ചെറിയ പാർട്ടിയാണ്. ഈ ആ പാർട്ടിക്കാണെങ്കിൽ ഞങ്ങൾക്കതിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ട് അതിലൊരു തീരുമാനമുണ്ടാകും. അല്ല, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞ മലയാളത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ സമയം നമുക്ക് വേണം. ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലോചനകൾ നടത്തിയിട്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കും. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും. എന്താണ് ഈ ഉറപ്പ്? എനിക്കതാ മനസ്സിലാവാത്തത്. അല്ല, സ്വാഭാവികമല്ലേ മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി എങ്ങനെ ചർച്ച നടത്താതിരിക്കുക? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ ഒന്ന് UDFൻ്റെ നട്ടെല്ലായി നിൽക്കുന്നത്. അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ കാൽക്കുലേഷനും എയിമും ഉള്ള പാർട്ടിയാണ്. കൃത്യമായ സംഘടനാ സെറ്റപ്പുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള അതിശക്തമായ ശേഷിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന തങ്ങളാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ. അവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങൾ കണ്ടറിയാനും ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കാതിരിക്കുമോ? അത് ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഇന്നലെയും സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിക്കുന്നുണ്ട്, നാളെയും സംസാരിക്കും. ഇല്ല, ഒരു പ്രചാരണം ഞാൻ ഇവിടെ ഉണ്ടാവും. ഒരാൾ ചോദിക്കൂ, 2 ദിവസത്തെ പഠനത്തിന് ശേഷം ഷൗക്കത്തിന് വിജയസാധ്യത തെളിഞ്ഞാൽ ബോധ്യപ്പെട്ടാൽ പിന്നീട് UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. അല്ല, അപ്പം ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ പഠനം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ആലോചിക്കും. അല്ല, UDF പ്രവേശനം ഇതുമായിട്ട് എന്താ ബന്ധം? ഞാൻ എന്തിനാ രാജിവെച്ചത്? രാജിവെച്ച വിഷയങ്ങൾ ഇവിടെ കത്തി നിൽക്കുകയാണല്ലോ. ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്ന, ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എന്തുകൊണ്ടായിരുന്നു ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിരുന്നത്? ആ പാർട്ടിയുടെ മതേതര സ്വഭാവവും സോഷ്യലിസ്റ്റ് സ്വഭാവവും കണക്കിലെടുത്ത് പോയി നിന്നാൽ നമ്മളൊന്നും കമ്മ്യൂണിസം പഠിച്ചിട്ട് അതിനോട് സഹകരിച്ചതല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്കായിരുന്നു നമ്മളൊക്കെ അതിന് പിന്തുണ കൊടുത്തിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ആ പാർട്ടി പൂർണ്ണമായും മാറിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കോർപ്പറേറ്റ് കമ്പനികളുടെ തോഴന്മാരായി മാറി. അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന വാസവൻ മിനിസ്റ്ററെ കണ്ട കാലമാണിത്. ആ വാസവൻ മിനിസ്റ്റർ ആ പ്രഖ്യാപനം നടത്തുമ്പോൾ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാർ, ആശാ വർക്കർമാർ കാസർഗോഡ് നിന്ന് പട്ടിണി സമരം തിരുവനന്തപുരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സോഷ്യലിസ്റ്റ് ആ മേഖലയിൽ നിന്ന് ഈ പാർട്ടി പുറകോട്ട് പോയി. പിന്നുണ്ടായിരുന്ന എന്താണ്? സെക്യുലറിസമാണ്, മതേതരത്വം. ഈ 2 കാര്യങ്ങളാണ് എന്നെയും അബ്ദുറഹ്മാനെയും ജലീലിനെ പോലെയുള്ള പലരെയും ഈ മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ആ പാർട്ടിയിലേക്ക് ഞങ്ങൾ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് സെക്യുലറിസമുള്ളത്? പരിപൂർണമായും വർഗീയതയ്ക്ക് അടിമപ്പെട്ട ഒരവസ്ഥയിലല്ലേ ഇന്ന് CPM ലീഡർഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്താ പുലരാത്തത്? ഏറ്റവും അവസാനമായിട്ട് ഇപ്പം എന്താ നമ്മൾ കാണുന്നത്? ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ 1500 വോട്ട് കിട്ടിയ 970കളിൽ BJPയോടെ മത്സരിക്കുന്നുണ്ട്. ജനസംഘമായ കാലത്ത് BJP മത്സരിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലൊട്ടാകെ 20% വോട്ടിലേക്ക് എത്തിയ BJP ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല, അത് വേസ്റ്റ് ഓഫ് മണിയാണെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് അവിടെ SNDPയുടെ സെക്രട്ടറി വന്ന് നടത്തിയ പ്രസ്താവനയും ഇതെല്ലാം നിങ്ങൾ കൂട്ടി വായിക്ക്. അപ്പോൾ സെക്യുലറിസം പാടെ കളഞ്ഞു കുളിച്ചു. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ CPMന് ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല. CPM എന്താണ്? ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ പേരും ഊരും നോക്കുകയാണ്. അതിപ്പോൾ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പുറത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ജാതിയും മതവും അവൻ്റെ അടിയാധാരവും പരിശോധിച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പക്കാ ജാതി വർഗീയ രാഷ്ട്രീയത്തിലേക്ക് CPM എന്താ പറയുക ഇറങ്ങി വന്നു. ഈ വിഷയങ്ങളുമായിട്ടല്ലേ നമ്മൾ ആ മുന്നണി വിട്ടു പോരുന്നത്?
ഈ വിഷയങ്ങൾ സംസാരിച്ചതിൻ്റെ പേരിലല്ലേ പോരേണ്ടി വരുന്നത്? ഇവിടുത്തെ പോലീസിൻ്റെ വിഷയങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ഈ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ടത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് CPM-ഉം അതിൻ്റെ താഴേക്കടയിലുള്ള നേതാക്കന്മാരുമായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ മുണ്ടിട്ട് നടക്കുന്ന ഗതികേടാണ് CPM-ൻ്റെ സെക്രട്ടറിമാർക്ക് എന്ന് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പറഞ്ഞവനാണ്. ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചവനാണ്. ഞാൻ ആ സഖാക്കൾ അവിടെ ഉണ്ടല്ലോ, ആ നാട്ടിലുമുണ്ട്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് അവർ ആലോചിക്കട്ടെ. അവർ തിരിച്ചു ചിന്തിക്കാതിരിക്കുമോ? ആ പിണറായിസം ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നരേഷൻ മൂന്നാമതും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ്. അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് രാജിവെച്ച് ഞാൻ പുറത്തു വരുന്നതും. അവിടെ പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണിയടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ പിണറായിസത്തിനെതിരെ LDF ഗവൺമെൻറ്റിനെതിരെ ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഞാൻ ഈ പ്രവർത്തന രംഗത്തേക്ക് വന്നത്. സതീശൻ പറയുന്ന ഒരു കാര്യം, 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാകുന്ന തീരുമാനമായിരിക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായാൽ അത് ആ സാധ്യതയെല്ലാം ബാധിക്കില്ലേ? ഞാനത് ചോദിക്കട്ടെ, എനിക്ക് UDF-ൽ പ്രവേശിക്കുക വേണ്ട ഈ പിണറായിസത്തിനെതിരെ ഇവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണോ വേണ്ടത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ച് UDF-ലെ പ്രവേശനത്തിലപ്പുറം ഇവിടെ ആൻറ്റി പിണറായിസ വോട്ട് ഒരു പെട്ടിയിലാക്കി അതിനെ പ്രതിഫലിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ രാവിലെ തൊട്ട് വാർത്ത കൊടുക്കുന്നുണ്ട്, എന്താ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സമ്മർദ്ദം? ഏത് സമ്മർദ്ദം? ഒരു സമ്മർദ്ദം അൻവർ ചെലുത്തിയിട്ടില്ല. ഇന്നലെ വരെ ഞാൻ എന്താ പറഞ്ഞത്? UDF എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും. ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ? ആർക്കും മത്സരിക്കാമെന്നാണോ? അവിടെ ജയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ സാമൂഹ്യ ക്രമങ്ങളും ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ എന്താ പറയുക നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് അതിൻ്റെ പച്ച മലയാളം. അതിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ പറഞ്ഞു തന്നെ അതിൻ്റെയൊക്കെ കാരണം. പിണറായിസത്തെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക ഷൗക്കത്തിന്? നിങ്ങൾ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടക്ക് CPM-നെതിരെയോ ഈ ഗവൺമെൻറ്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഒരു വരി എഴുതിയതായിട്ട് കാണാൻ പറ്റുമോ? ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു വരി എഴുതിയായിട്ട് കാണാൻ പറ്റുമോ? CPM-ഉമായിട്ട് ഈ ഗവൺമെൻറ്റിനെ എവിടെയെങ്കിലും ഒന്ന് വിമർശിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ലല്ലോ. നല്ല സൗഹൃദത്തിലാണ്. ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിലെ എന്താ പറയുക കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക വലതുപക്ഷത്തെ ഒരു ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഈ പിണറായിസത്തിനെതിരെ എങ്ങനെ സംസാരിക്കുക? ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. വളരെ ഗുരുതരമായ ഒരു ആരോപണം ഈ ഘട്ടത്തിൽ താങ്കൾ ഉന്നയിക്കുന്നുണ്ട്. 3 മാസം മുമ്പ് CPM-ഉമായി ഒരു ചർച്ച നടത്തി അവരുടെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായ മനസ്സോടെ നിന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ നിലമ്പൂർ പോയ അന്വേഷണം അറിയും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നിലമ്പൂർ പോയാൽ നിങ്ങൾക്കറിയാം. നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? അല്ല, നിലമ്പൂരിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത് അറിയാലോ. അത് വയനാട്ടിൽ വെച്ചിട്ടാണ് ചർച്ച നടത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണ് ചർച്ച നടത്തിയത്. അല്ല, ഞാനത് വിശദീകരിച്ചല്ലോ. വിശദീകരിച്ചു. എങ്ങനെ അല്ല, നമുക്ക് ആലോചിക്കാം. അല്ല, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാകും. അതിനു മുമ്പ് ഞങ്ങൾ ഈ പഠനങ്ങൾ നടത്തും. നിലമ്പൂരിൻ്റെ പൊളിറ്റിക്കൽ പൾസ് എന്നാൽ കൃത്യമായി റീഡ് ചെയ്യും. അതിനുശേഷം തീരുമാനം ഉണ്ടാവും. ആര് പറയുന്നത്? അല്ല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇല്ല,
കോൺഗ്രസ് നേതൃത്വത്തിന് എന്താ അറിയിക്കാനുള്ളത്? ഓൾ ദി ബെസ്റ്റ് ഫോർ എവരിബഡി. ഈ ഒരു ഓൾ ദി ബെസ്റ്റ് ഒരു അവസാനം കൂടിയാണോ? അതായത് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വഴിപിരിയുന്നു എന്നുള്ളതിന്റെ ഒരു അവസാനം കൂടിയാണോ? അല്ല, അതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാസ്റ്റ് കാര്യം, ഈ TMC മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് താങ്കളുടെ പോരാട്ടം വെറുതെ ആവല്ല ഇവിടെ. എങ്ങനെ? TMC മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഫലം LDF അനുകൂലമാക്കും. അപ്പോൾ താങ്കളുടെ പോരാട്ടം വെറുതെ ആവല്ല. അല്ല, അത് നമുക്ക് അപ്പാലേക്കാന്ന്. എല്ലാ പോരാട്ടങ്ങളും എല്ലാത്ത 100% റിസൾട്ടിനുണ്ടാവില്ലല്ലോ. വിൽ സി. ഈ ഷൗക്കത്ത് അടുത്ത വർഷമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളൊന്നും കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ അറിയിച്ചിട്ടില്ല ഇതുവരെ. അല്ല, അതൊക്കെ അറിയിക്കേണ്ടവർ അറിഞ്ഞിട്ടുണ്ട്, അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത്രയ്ക്ക് അടുത്ത വർഷമായി ചർച്ച നടത്തിയ ആളെയാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന മൂഡിലാണ് അറിയപ്പെട്ട. എന്തിനാ വിളിക്കുന്നത്? അല്ല, എല്ലാ പ്രവർത്തകരും മനുഷ്യന്മാർ എന്നെ വിളിക്കും. അതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നിൽക്കുന്നത് എനിക്ക് എന്തിനാ പിന്തുണ വയ്ക്കുന്നത്? രാവിലെ ഫോൺ കാണിച്ചിരുന്നു. അതിൽ എല്ലാ സാമുദായിക നേതാക്കൾ അടക്കമുള്ളവർ തങ്ങളെ വിളിച്ചു. അല്ല അതൊന്നും ഔദ്യോഗികമല്ലല്ലോ. നമ്മൾ പ്രൈവറ്റായിട്ട് കാണിച്ചു തരുന്ന സംഗതികളൊക്കെ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായി ചോദിക്കാന്ന് പറഞ്ഞാൽ ഇനി മേലിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരുമോ? 2 ദിവസമായിട്ട് ഇത് പരിശോധിക്കുന്നു. സാമുദായിക നേതാക്കളൊക്കെ കാണുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പില് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഉണ്ടാവും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ? 26-ലോ? എന്താ പറഞ്ഞത്? ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല ഈ കോലത്തിൽ. സീറ്റുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? PV അൻവർ കാര്യങ്ങളെ കുറച്ചുകൂടി ലൈറ്റായി കാണുന്നു എന്ന് വേണം ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയായി ഉണ്ടാവുമോ, സ്ഥാനാർത്ഥിയായി ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് അന്ന് ഞാൻ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല എന്ന നർമ്മം കലർന്ന മറുപടി. ഏതായാലും കാര്യങ്ങൾ അവിടെ കലങ്ങി മറിയുകയാണ്. അൻവർ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളയുക തന്നെയാണ് PV അൻവർ ചെയ്യുന്നത്. അപ്പോഴും ഒരു ക്ലോസ് വയ്ക്കുന്നുണ്ട് അൻവർ. 2 ദിവസത്തെ ഒരു പഠനം. ആ പഠനം കഴിഞ്ഞ ശേഷം തീരുമാനിക്കും തൃണമൂൽ കോൺഗ്രസ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോഴായിരിക്കും, ആ പഠനം കഴിയുമ്പോഴായിരിക്കും വ്യക്തമാകുക നിലമ്പൂരിൽ ഒരു തൃണമൂൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, PV അൻവർ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതോ പഠനത്തിന് ശേഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമോ? എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്.